ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് കർണാടകയിലെ ഒരു ട്രഡീഷണൽ സ്വീറ്റാണ്. എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. 6 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ ഇട്ട് വെക്കാം. 6 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റാഗി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 5 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി കൂടെ വെച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. തരികളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലെ പാലെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ 4 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണിത്. ഇതൊരു 4 കപ്പ് ഉണ്ടാവും. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് കട്ട പിടിക്കും. അതിൻ്റെ പേരിലാണ് കൈയെടുക്കാതെ ഇളക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ റാഗി നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുമുണ്ട്. സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിംഗ് ആണ് ഇത്. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 അച്ച് ചക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഇത്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അത്രത്തോളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരേണ്ടതുണ്ട്. അതുവരെ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് അല്പസമയമായപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതിയാവും. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ മറക്കാതെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.